ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ലേഖന സമാഹാരത്തിൽ വന്നിട്ടുള്ള എൻ്റെ ഒരു ലേഖനമാണ്. നിർമാല്യം പബ്ലിക്കേഷൻസ് ഇറക്കിയ കാലം കുടഞ്ഞിട്ട ഘടികാര സൂചികൾ, അതിൽ ഞാൻ എഴുതിയ ഒരു ലേഖനമാണ് ഇന്നിവിടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. വാർദ്ധക്യ പുരാണം. രചന അവതരണം ഷഹീൻ എസ്. പ്രായമാകുന്നുവെന്നറിയുന്നത് എപ്പോൾ മുതൽക്കാണെന്ന് മാധവിക്കുട്ടിയമ്മയുടെ ഒരു അഭിമുഖത്തിൽ നിന്നും കേൾക്കാനിടയായിട്ടുണ്ട്. മക്കൾ എപ്പോഴാണോ മാതാപിതാക്കളോട് തർക്കുത്തരം പറയാൻ തുടങ്ങുന്നത് അപ്പോൾ മുതൽ കാണുന്നതാണ് ഈ ഉദ്ധരണിയിൽ നിന്നും 1000 കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. പ്രായമാകുന്നുവെന്നറിയാൻ ഒരുപാട് വർഷങ്ങൾ കാത്തിരിക്കണമെന്നൊന്നുമില്ല. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് തടസ്സം നേരിടുന്ന ആ നിമിഷം മുതൽക്ക് തന്നെ നാം വൃദ്ധരായി തുടങ്ങുന്നു. കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായും അടുക്കും ചിട്ടയോടെ കൂടിയും ചെയ്തു തീർക്കുന്നവർ ഒരു സുപ്രഭാതത്തിൽ അവരെ എല്ലാത്തിൽ നിന്നും ആരാണോ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത് ആ നിമിഷം അവർ വൃദ്ധരായിത്തീരുന്നു. മാതാപിതാക്കളെ അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. മക്കളിന്മേൽ അവർക്കുള്ള അധികാരത്തെ ഒറ്റയടിക്ക് അവസാനിപ്പിക്കാതെ ഇരിക്കുക. പ്രായമാകുമ്പോൾ അവരും മക്കളോടൊപ്പം ഒരു സിനിമയ്ക്കോ വിനോദയാത്രയ്ക്കോ വരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചാൽ അവരെയും കൂടെ കൂട്ടുക. കാരണം അവരുടെ സുഖകരമായ പല നിമിഷങ്ങളും മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചവരാണ്. ജീവിതത്തിലെ മനോഹരമായ നിമിഷങ്ങളെ നമുക്ക് സമ്മാനിച്ച മാതാപിതാക്കൾ. അവർ പ്രായമാകുമ്പോൾ അവരുടെ സുഖസൗകര്യങ്ങളിൽ നാം കൂടുതൽ ശ്രദ്ധ ചെലുത്തിയാൽ ശിഷ്ടകാലം തുടർ തലമുറകൾക്കും ജീവിതം ആനന്ദമാക്കാവുന്നതാണ്. ഇത്രയുമുള്ളൂ എൻ്റെ ഈ ലേഖന സമാഹാരത്തിലെ എൻ്റെ ഈ കുഞ്ഞു ലേഖനത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ. സത്യം പറഞ്ഞാൽ ജീവിത സായാഹ്നത്തിൽ എത്തിപ്പെട്ട് നിൽക്കുന്ന ഏതൊരാൾക്കും, ഞാൻ ജീവിത സായാഹ്നത്തിലാണ് വന്നിട്ട് നിൽക്കുന്നത്, ചിന്തിക്കാൻ തുടങ്ങുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ മക്കളെ അല്ലെങ്കിൽ ആരുടെ കൂടെയാണോ നമ്മൾ നിൽക്കുന്നത്, നമ്മൾ ഒരു വൃദ്ധരാകുന്നത്, ശരീരം നമ്മളെ വയസ്സാകുന്നു എന്ന് പറയുന്നു, അത് എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, നമ്മൾ ചെയ്യാൻ തുടങ്ങുന്ന ഒരു കാലത്ത് നാം എല്ലാ തരത്തിലും ആരോഗ്യപൂർണ്ണമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെയൊക്കെ നമ്മൾ അതിൽ നിന്നുമൊക്കെ മാറ്റി നിർത്തി, അല്ലെങ്കിൽ നമുക്ക് നിങ്ങളുടെ കൂടെ ഒരു സിനിമ കാണാൻ വരണമെന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറ്റി, അമ്മയ്ക്ക് എന്താ അല്ലെങ്കിൽ അച്ഛൻ എന്താ പ്രായമായില്ലേ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്താൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ മനസ്സ് ശരിക്കും വാർദ്ധക്യം ബാധിക്കുന്നത്, അല്ലേ? വാർദ്ധക്യം നമ്മുടെ മനസ്സിനെ ആയിരിക്കും നമ്മളെ ബാധിക്കുക. ശരീരം അതങ്ങനെ നമ്മുടെ ജരാനരകൾ ഒക്കെ അതെല്ലാം കഴിഞ്ഞുകൂടും. പക്ഷെ നമ്മുടെ മനസ്സ് പെട്ടെന്ന് മുരടിച്ചു പോകുന്നത് ഇത്തരം ചില സന്ദർഭങ്ങളിലാണ്. അപ്പം നമ്മുടെ സന്തോഷത്തിൽ നമ്മുടെ മക്കൾ കുറച്ചൊക്കെ നമ്മുടെ കാര്യങ്ങൾ